Hello, guys. Welcome back to the newspaper analysis session brought to you by Island Isles Ignite Foundation. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് October 4th ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. ഇന്ന് കുറച്ച് നല്ല ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്കൊരു UPSC ചെയർമാൻ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഓൺ October 1st. അപ്പൊ ആ ഒരു എഡിറ്റോറിയൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇത് നല്ല രസമുള്ള ഒരു ആർട്ടിക്കിളാണ്. ഞാനത് വഴിയെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ അതായിരിക്കും നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ആർട്ടിക്കിളാണ്, ഒപ്പഡ് ആണ്, 100 years of UPSC എന്ന് പറയുന്നത്. നമുക്കത് ആർട്ടിക്കിൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇന്ന് വന്നിട്ടുള്ള ഒരു ഓപ്പൺ എഡിറ്റോറിയലാണ് ദ നീഡ് ഫോർ എ ക്ലൈമറ്റ് ഫിനാൻസ്. ഇപ്പൊ നമ്മുടെ റിന്യൂവബിൾ എനർജിയുടെ പുഷ് അധികമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദർ ഇസ് എ വെരി അർജന്റ് നീഡ് ഫോർ ദി എക്സ്പാൻഷൻ ഓഫ് ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ലൊരു ആർട്ടിക്കിളാണ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി മെയിൻസ് ആൻസർ റൈറ്റിംഗ് ആസ് വെൽ. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. പിന്നെ 2 എഡിറ്റോറിയലാണ് ഇന്ന് ഹിന്ദുവിൽ വന്നിട്ടുള്ള 2 എഡിറ്റോറിയൽ. നമുക്ക് ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം ക്വിക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ന്യൂസ് സൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിനകത്ത് ദ ഹിന്ദുവിൽ വന്നിട്ടുള്ളതാണ്, ഒരു കൺസർവേഷൻ ഓഫ് ദി എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ള സംഭവം. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് കാണണം. പിന്നെ 2-3 നമുക്ക് ഫിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 2-3 ടോപ്പിക്സ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ലൈക്ക് ആ ഒരു ആർട്ടിക്കിൾ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. 100 years of UPSC, അതായത് UPSC 1926 അത് ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് UPSC എന്നല്ലായിരുന്നു അതിന്റെ പേര്. അപ്പോൾ ആ ഒരു ബോഡി ആയിട്ട് തുടങ്ങിയ സമയത്ത്, പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോഡി ആയിട്ട് തുടങ്ങിയ സമയത്ത് അപ്പം മുതൽ ഇപ്പോൾ വരെ ഇറ്റ്സ് ബീൻ ലൈക്ക് 100th year ഓഫ് സെലിബ്രേഷൻ ആണ്. അപ്പം അങ്ങനെ ഒരു സെന്റിനറി സെലിബ്രേഷൻസ് ഒക്കെ കിക്ക് ഓഫ് ചെയ്യുന്ന ഉള്ള രീതിയിലാണ് October 1st ദ UPSC എന്താ പറയുക, ഒരു UPSCയുടെ ചെയർമാൻ ആയിട്ടുള്ള അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. സോ ഹിയർ ആക്ച്വലി ദിസ് ആർട്ടിക്കിൾ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് കോഴ്സ് ഒരു സെന്റിനറി ഇയർ ആയതുകൊണ്ട് മേ ബി ഫോർ പ്രിലിംസ് UPSCനെ കുറിച്ച് തന്നെയുള്ള ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. മേ ബി ദ നെക്സ്റ്റ് ഇയർ ഓർ വിച്ച് എവർ ഇയർ നമുക്ക് എഴുതുന്ന സമയത്ത് സബ്സിക്വന്റ് ഇയേഴ്സിൽ എപ്പോഴും അതിൽ നമ്മൾക്ക് ഇല്ലെന്നുണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇത് പോളിറ്റിയുടെ പാർട്ടിലാണ് വരുന്നത്. നമുക്ക് അതിനകത്ത് ലക്ഷ്മികാന്ത് പറഞ്ഞ ബുക്കിനകത്തൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ദിസ് ആർട്ടിക്കിൾ നമുക്ക് വായിക്കാം. പക്ഷെ അത് ബേസിക്കലി ഇത് നമ്മുടെ ഒരു പ്രൊഫഷണൽ വേയിൽ എല്ലാവർക്കും കാണുന്നത്. ബിക്കോസ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് യു വാട്ട് ഐ ഫെൽറ്റ് വൈൽ റീഡിംഗ് ദിസ് ആർട്ടിക്കിൾ. ഓക്കെ, പക്ഷെ അത് ജസ്റ്റ് ഫോർ ഒരു കോൺവെർസേഷൻ പോലെ കണ്ടാൽ മതി. വിൽ ലുക്ക് ഇൻ ടു ദി ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദിസ്. അതായത് നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ നമുക്കല്ലാതെ സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻഫോഗ്രാഫിക്സ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ 100 years of journey as the guardian of meritocracy എന്നുള്ള ഹെഡിങ്ങിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അജയ് കുമാർ അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസന്റ് UPSC ചെയർമാൻ. ഇത് ആരുടെയും ഒഫൻസിന് വേണ്ടി പറയുന്നതല്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ആരെയും കളിയാക്കാൻ ഉദ്ദേശിക്കുന്നതല്ല. പക്ഷേ ഒരു ആസ്പിറന്റ് എന്ന രീതിക്ക് നമുക്ക് ഇത് വായിക്കുമ്പോൾ തോന്നുന്ന ഒരു വികാരം, അത് മാത്രം ജസ്റ്റ് ഷെയർ ചെയ്യുന്നത് മാത്രം. ഓക്കെ, സോ UPSC ഇറ്റ് ഇസ് ആക്ച്വലി മാർക്കിംഗ് എ സെഞ്ചുറി ആൻഡ് ആസ് ദി ഫൗണ്ടേഷൻ, ലൈക്ക് നമ്മുടെ നേഷൻ ബിൽഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഫൗണ്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അവർ ഇൻവെസ്റ്റേറ്റ് ചെയ്തത് പോലെ ഒരു മെറിറ്റോക്രസി പ്രൊമോട്ട് ചെയ്യാനായിട്ട് UPSCക്ക് സാധിച്ചിട്ടുണ്ട്. ദി ഗാർഡിയൻ ഓഫ് ഡെമോക്രസി ഇൻ ടേംസ് ഓഫ് റിക്രൂട്ട്മെന്റ്, പ്രൊമോഷൻ ആൻഡ് ഡിസിപ്ലിനിങ് ഓഫ് ദി ഒഫീഷ്യൽസ് ഓഫ് ദി സെൻട്രൽ സിവിൽ സർവീസസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കീ ടേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് UPSC എന്ന് പറയുന്ന ബോഡി ഇസ് ദി റിക്രൂട്ട്മെന്റ് ബോഡി എന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റിക്രൂട്ട്മെന്റ്. അതായത് നമ്മുടെ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. അതിൽ റിക്രൂട്ട്മെന്റ് ഇസ് ദി കീ ഇമ്പോർട്ടന്റ് എന്താ പറയുക പ്രോസസ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ട്രെയിനിങ് ഉണ്ടാവും, പിന്നെ പോസ്റ്റിംഗ്സ് ഉണ്ടാവും, ട്രാൻസ്ഫർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് മുമ്പേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും, എന്ത് തരം ജോബ്സ് ഒക്കെ വേണം എന്നുള്ള കാര്യം. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് UPSCക്ക് ഒരു വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുടെ സ്റ്റാറ്റസ് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ദി മാനർ ഇൻ വിച്ച് ആൻഡ് ദി ടൈപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് വി ആർ എന്താ പറയുക ഇൻഡക്ടിങ് ഇൻ ടു ദ സർവീസസ്. അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് ഇത്രയും വലിയൊരു പൊസിഷനും പവേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആക്ച്വലി സി ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് കമ്മീഷൻ ടു ദി റിക്രൂട്ട്മെന്റ് ഓഫ് ഹയർ സിവിൽ സർവീസസ് ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൻ പ്ലേസ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ഇറ്റ് സെൽഫ്. അത് 1926 മുതൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യമാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് ആ ആർട്ടിക്കിൾ നമ്മുടെ സൈഡിലത്തെ ഇൻഫോഗ്രാഫിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. ആദ്യത്തെ ആർട്ടിക്കിൾ മൊത്തം ആദ്യത്തെ 2 പാരഗ്രാഫ് ഇതിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിന്റെ ഒരു ഹിസ്റ്ററിനെ കുറിച്ച്. പിന്നെ ആക്ച്വലി ഈ വരുന്ന സാധനം എനിക്കത് വായിച്ചപ്പോഴത്തേക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. ഇദ്ദേഹം എഴുതുന്നതാണ് ഹിസ്റ്ററി ഓഫ് UPSC അതിന്റെ ഒരു ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിൽ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രസ്റ്റ്, ഇന്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ് ആണ് ഇതിന്റെ ഒരു പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നല്ല കാര്യം. പക്ഷേ over the decades, millions of aspirants have placed their faith in the commission, assured that success or failure depends solely on merit എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. And this trust is no accident. This has been built painstakingly through transparency in procedure,
impartiality in evaluation and uncompromising stance against malpractice. ഇതിനകത്ത് ഈ അൺകോംപ്രമൈസിങ് സ്റ്റാൻസ് അഗൈൻസ്റ്റ് malpractice ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ എന്തുകൊണ്ട് പറയുന്നതെന്നുള്ള, കാരണം എല്ലാ UPSC ആസ്പിറൻസിനും ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ചെയ്യുന്നത് തന്നെ UPSC വളരെ ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. അതിന്റെ പ്രൊസീജിയേഴ്സിനൊന്നും അത്ര ട്രാൻസ്പെറൻസി ഇല്ല. ഈവൻ ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻസ് ചെയ്യുന്ന അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പോലും UPSC ചെയ്യാറില്ല എന്നുള്ളത് തന്നെ നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യമാണ്. ലൈക്ക് ഇഫ് യു ഹാവ് സ്റ്റാർട്ടഡ് ഒരു പ്രിപ്പറേഷൻ, PS നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് അവരിങ്ങനെ എഴുതിയിരിക്കുന്ന കാണുമ്പോഴത്തേക്കും സക്സസ് ഓർ ഫെയിലിയർ സോൺലി ഡിപ്പെൻഡ്സ് ഓൺ മെറിറ്റ് അല്ല. ഒരുപാട് പേര് എനിക്കറിയാം, പീപ്പിൾ ഹു ആർ ലൈക്ക് വെരി മച്ച് ക്വാളിഫൈഡ്, പക്ഷെ അവരുടെ അന്നത്തെ ഒരു ഡേ കാരണം അല്ലെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഒരു ബയസ്നെസ് കാരണം ഒക്കെ തന്നെ അവർക്ക് കിട്ടാതെ പോയവരുണ്ട്. ഐ ജസ്റ്റ് ടെൽ യു ആൻ എക്സാമ്പിൾ. വൺ പേഴ്സൺ എന്താ പറയാ, ഒരു ഇന്റർവ്യൂവിന് ഏകദേശം ഒരു 190 അടുപ്പിച്ച് 275 മാർക്ക് വരുന്നത്. ഏകദേശം ഒരു 190 അടുപ്പിച്ച് സ്കോർ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കയറിയില്ല, അല്ലെങ്കിൽ ആ ഒരു സർവീസ് കയറിയിട്ടില്ലായിരുന്നു. ദിസ് ഇസ് സം സ്റ്റോറി ഐ ഹേർഡ്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയാത്തത്, പക്ഷേ നടന്നതാണ്. അപ്പോൾ ഈ 190 സ്കോർ കിട്ടി. അടുത്ത വർഷം വീണ്ടും പ്രിലിംസ് എഴുതി മെയിൻസ് എഴുതി ഇന്റർവ്യൂ പോകുന്ന സമയത്ത് ആ ഒരു പുള്ളിക്കാരനോ പുള്ളിക്കാരിക്ക് കിട്ടുന്നത് 135, 140, 150 റേഞ്ചിലാണ്. എങ്ങനെയാണ് ഒരു ഒറ്റ വർഷത്തിനകത്ത് ഇത്രയും വലിയൊരു ഡൗൺഫോൾ വരുന്നത്? അതുകൊണ്ട് സർവീസിൽ കയറാനോ ആ സമയത്ത് ലിസ്റ്റ് എത്തണമെന്നും പറ്റിയില്ല. ഭയങ്കര കുറവ് മാർക്കാണ് ആ സമയത്ത് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു വർഷം കൊണ്ട് ഒരാളുടെ പേഴ്സണാലിറ്റി ഇത്രയും ഡീഗ്രേഡ് ആകുമോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി സബ്ജക്റ്റീവ്. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു മെറിറ്റിൽ ഉള്ളത് മാത്രം കൊണ്ടാണ് ഈ സക്സസ് ഓർ ഫെയിലിയർ എന്ന് പറയുന്നതിനകത്ത് ആക്ച്വലി ഒരു അർത്ഥമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ തള്ളുകാൻ ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുവേണോ ചെയ്യാമല്ലോ, അത് രീതിക്കാണ്. അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട് ട്രാൻസ്പെറൻസി ഇൻ പ്രൊസീജിയർ എന്നുള്ള കാര്യം. ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു ഇതാണ്. നമുക്കിപ്പോൾ പ്രിലിംസിന്റെ എക്സാം ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. അതിന് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രിലിംസിന് ആൻസർ കീ ഇറക്കത്തില്ല. നമുക്ക് എത്രയാ മാർക്ക് കിട്ടി എന്നുള്ള കാര്യം പറയത്തില്ല. ആരൊക്കെ ക്വാളിഫൈ ചെയ്തു എന്നുള്ള മാത്രമേ പറയുള്ളൂ. മെയിൻസിനകത്ത് പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു ഇവാലുവേഷന്റെ പാരമീറ്റേഴ്സ് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല. സിലബസിൽ ഭയങ്കര വേഗമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ക്രിസ്പായിട്ട് എഴുതണം അങ്ങനെ എന്നൊക്കെ. പക്ഷെ എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? ഒരു മോഡൽ ആൻസർ കീ ഇങ്ങനെയായിരിക്കും വരുന്നത്, ഇത്ര പോയിന്റ് വൈസ് എഴുതണം, അപ്പൊ എങ്ങനെയായിരിക്കും അവരുടെ ഇവാലുവേഷൻ മെത്തഡോളജി എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊന്നും ഒരു ഇൻഫർമേഷനും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല. മെയിൻസിന്റെ കാര്യം സബ്ജക്റ്റീവ് ആണ്, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷേ ഈ പ്രിലിംസിൻ്റെത് ഒരുപാട്, ഇപ്പോൾ നമുക്ക് 28 സ്റ്റേറ്റ്സ് ഉണ്ട്, ഒരുപാട് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് PCS തന്നെ പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു കീ റിലീസ് ചെയ്യും. അതിനകത്ത് എന്തെങ്കിലും ചാലഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുക്കും. എന്നിട്ടായിരിക്കും അവരത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരൊരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. മാർക്ക് വരെ അവർ അപ്പോഴും റിലീസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ UPSC ചെയ്യില്ല. UPSC റിലീസസ് ഓൾ ദിസ് ഇൻഫർമേഷൻ ഓൺലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഫൈനൽ റിസൾട്ട്. അതായത് എക്സാം സൈക്കിൾ തുടങ്ങി ആ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് ഫുൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു 5 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അവർ ഈ മാർക്കും ഇറക്കുന്നത്. ഇതിന്റെ കീ അതിനും ശേഷമായിരിക്കും ഇറക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈംസ് അടുത്ത പ്രിലിംസിന്റെ ഒരു 5-6 ദിവസം മുന്നേ ആയിരിക്കും അവർ അതിന്റെ കീ ഇറക്കുന്നത്. And I'm very sorry to say this. Last time, 2024, a question was evidently wrong. അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ, പക്ഷേ nobody can do anything. 2024 ഒരു പ്രൈം മിനിസ്റ്റർ ഫിനാൻസ് മിനിസ്റ്റർ പ്രസൻസ് ബഡ്ജറ്റ് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റനിൽ UPSC ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുത്തു. പക്ഷെ പൊട്ടത്തെറ്റാണ്. എല്ലാവർക്കും അറിയാതെ പൊട്ടത്തെറ്റാണെന്നുള്ളത്. പക്ഷേ UPSC took it as right and took the option. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് 2 മാർക്ക് എല്ലാവർക്കും കിട്ടാനായിട്ടുള്ള സംഭവമാണ്. അത് കാരണം തന്നെ ഒരുപാട് പേർക്ക് കയറാൻ പറ്റാതായി പോയി. അപ്പൊ ദിസ് കുഡ് ഹാവ് ബീൻ പ്രിവെന്റഡ്. അവർ നേരത്തെ ഇത് റിലീസ് ഒക്കെ ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് എന്ത് ചിരിക്കണോ കരയണോ ഒന്നും അറിയാത്ത അവസ്ഥ. ഇതിനകത്ത് ആർട്ടിക്കിൾ വേറെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ട്രാൻസ്പെറൻസി ഇൻ പ്രൊസീജിയറും പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇംപാർഷ്യാലിറ്റി ഇൻ ഇവാലുവേഷൻ, ഈ മെയിൻസിന്റെ ഇവാലുവേഷൻ ഇസ് ടോട്ടലി സബ്ജക്റ്റീവ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാം, പക്ഷെ നമ്മൾ എഴുതുന്ന ഒരു സ്റ്റൈൽ മേ ബി ഒരാൾക്ക് ഇഷ്ടപ്പെടും, വേറൊരാൾക്ക് ഇഷ്ടപ്പെടില്ല. അതൊക്കെ ആ ഒരു സമയം നമ്മുടെ ഒരു സമയം നന്നാവണം. നമ്മൾ എന്ന് വെച്ചാൽ സമയം നന്നായി കഴിഞ്ഞാൽ ഒന്നും പഠിക്കാതെ കയറാൻ പറ്റും എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ എത്ര നന്നായിട്ട് എഴുതി കഴിഞ്ഞാലും മേ ബി അറ്റ് ടൈംസ് ചിലപ്പോൾ നമുക്ക് കയറാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരുപാട് സബ്ജക്ടിവിറ്റി എലമെന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ആസ് എ റിലീഫ് ആയിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട്. ഒരു കോടതിയുടെ ഒരു എത്രയോ ലിറ്റിഗേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി വിധി പ്രകാരം ഇപ്പോൾ ഇന്നലെയോ മെനിഞ്ഞാന്നോ UPSC ഹാസ് ടോൾഡ് ദാറ്റ് അവർ ഇനി മുതൽ പ്രിലിംസ് കഴിഞ്ഞ ഉടൻ തന്നെ ഒരു പ്രൊവിഷണൽ ആൻസർ കീ റിലീസ് ചെയ്യും. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 3 സോഴ്സസ് കോട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ചാലഞ്ച് ചെയ്യാം. ചാലഞ്ച് ചെയ്തതിന് ശേഷം പക്ഷെ ഫൈനൽ കീ വീണ്ടും നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഫൈനൽ റിസൾട്ട്, ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ റിലീസ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ പ്രൊവിഷണൽ കീ എങ്കിലും റിലീസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ട്രാൻസ്പെറൻസിക്ക് വന്നു എന്ന് പറയാം. അപ്പോൾ ഇത് ഭയങ്കര കോമഡിയാണ്. പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നുമല്ല നമുക്ക് ഇമ്പോർട്ടന്റ് കേട്ടോ. ദിസ് ജസ്റ്റ് ഫോർ യു ടു നോ. ആൻഡ് എന്താ പറയുക, എനിക്ക് ഈ ഒരു ഇത് തോന്നിയത് നിങ്ങളോട് കൺവേഴ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് നോക്കാം.
പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്റഗ്രിറ്റി ആണ് ഇതിന്റെ മെയിൻ സാധനം, പൊളിറ്റിക്കൽ എക്സ്റ്റേണൽ പ്രഷർ ഒന്നും ഇല്ലാതെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻ ചെയ്ത് അത് ഉള്ളതാണ്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് ഒന്നും UPSCയുടെ ഒരു ചരിത്രത്തിൽ ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. ദ വേ ദ ക്വസ്റ്റ്യൻ ഇസ് സെറ്റ്, അത് അത്രയും ലോജിസ്റ്റിക്കലി അത് ക്യാരി ചെയ്ത് ഇത്രയും സെന്റേഴ്സിൽ അത് ഈ ആർട്ടിക്കിൾ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഹ്യൂമങ്കസ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ആൻഡ് UPSC ഹാസ് ടു ബി ക്രെഡിറ്റഡ് ഫോർ ഓൾ ദിസ് സ്റ്റഫ്, അതായത് കണ്ടക്ടിങ് ദി എക്സാം ഇൻ ദ വേ ദാറ്റ് ഇറ്റ് ഇസ് എൻവിസേജിങ്. ട്രാൻസ്പെറന്റ് അല്ല, പക്ഷെ അദ്ദേഹം അത് UPSC ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അവർ കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യുന്നുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്ന കോൺഫിഡൻഷ്യാലിറ്റി, പിന്നെ ജെനുവിൻലി ആയിരിക്കണം. ദോസ് ഹു സക്സീഡ് ആർ ജെനുവിൻലി അമംഗ് ദ മോസ്റ്റ് കമ്പീറ്റന്റ്. ഇതൊരു ചെറിയ കോൺട്രവേഴ്ഷ്യൽ ആണ്. ഒരുപാട് പേര് എത്തിക്സ് എന്ന് പറഞ്ഞ പേപ്പറൊക്കെ ഉണ്ട്, പക്ഷേ ഇത് കഴിഞ്ഞ് സർവീസിൽ കയറി 2 വർഷം കഴിയുമ്പോൾ തന്നെ അവർ വല്ല കറപ്ഷൻ കേസിലേക്ക് അറസ്റ്റ് ആവുന്ന ഒരു നിരവധി ആൾക്കാർ അങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു പൂജ കേത്കർ കേസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് കൊണ്ടാണ് പുള്ളിക്കാരി സർവീസിലേക്ക് കയറിയത്. അങ്ങനെ ഒരുപാട് പേര് പല സ്റ്റേറ്റ്സിലായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വി നോ അവർസെൽസ് ഒരുപാട് കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ഹു ഹാവ് ക്ലിയർഡ് ദിസ് എക്സാമിനേഷൻ which has എന്താ പറയുക adjudged them as competent എന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ സബ്ജക്റ്റീവ് ആണ്, എന്നൊക്കെ നമുക്ക് പറഞ്ഞുവിടാം. പിന്നെ നമുക്ക് ഫെയർനെസ് ആണ്. ഒരുപാട് ഏതൊരു നിലയിലുള്ള ആൾക്കും ഇതിനകത്ത് കയറാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്കറിയാവുന്നതുപോലെ പാവപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും റൂറൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്നൊക്കെ എന്താ പറയുക ഓട്ടോറിക്ഷ വലിക്കുന്ന ആളുടെ മോൻ പോലും ഇത് കയറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ഗ്ലോറിഫൈ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അർത്ഥത്തിലില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് ആക്സസിബിൾ ടു എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ ഫ്രം ഡിഫറെന്റ് സ്റ്റാറ്റസ് ഓഫ് ദ സൊസൈറ്റി. ആ ഒരു കാര്യത്തിൽ UPSC has done a very good job in this year. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു രാജ്യമല്ല, ഒരുപാട് പാവപ്പെട്ടവരുള്ള രാജ്യമാണ്. അപ്പൊ അവിടെ നിന്ന് ഒരുപാട് കാസ്റ്റ് ഡിവിഷൻസ് ഉണ്ട്, ക്ലാസ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊന്നും ഈ ഒരു മെറിറ്റോക്രസീനെ എഫക്ട് ചെയ്യാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ഒരു എവല്യൂഷൻ ഓഫ് ദി എക്സാമിനേഷനും നമുക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ഡൺ എ വെരി കമൻഡബിൾ ജോബ് എന്ന് നമുക്ക് പറയാം. പിന്നെ ഇന്ത്യൻ ഡ്രീം, അതാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. ഡെഡിക്കേഷൻ, പേഷ്യൻസ് ആൻഡ് പെർസീവറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രീം ടു സർവ് ദ നേഷൻ. അപ്പോൾ ഏതൊരു രീതിയിലും ടാലന്റ് ആൻഡ് ഹാർഡ് വർക്കും പിന്നെ കമ്മിറ്റ്മെന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു ഓർഗനൈസേഷൻ ആണ് UPSC എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് കണ്ടക്ടിങ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ആൻഡ് മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. കാരണം അതിന്റെ ഇത്രയും ലാക്സ് ഓഫ് പീപ്പിൾ ആർ അപ്പിയറിംഗ് ഫോർ ദ പ്രിലിംസ്. അത് കഴിഞ്ഞിട്ട് മെയിൻസിന് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 48 സബ്ജക്ട്സ് ഉണ്ട്. നമ്മുടെ ഓപ്ഷണൽ സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ദ ലാംഗ്വേജ് ആണ് കേട്ടോ. 48 സബ്ജക്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് റൈറ്റിംഗ് ദർ ആൻസേഴ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ എനി ഓഫ് 22 ലാംഗ്വേജസ്. നമ്മുടെ 8th ഷെഡ്യൂൾ എന്ന് പറയും. ഷെഡ്യൂൾ 8-നകത്ത് 28 ലാംഗ്വേജസ് ഉണ്ട്. ആ 28 ലാംഗ്വേജസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നതാണ്. ഈ എല്ലാ ലാംഗ്വേജസിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻസർ എഴുതാം, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ കേട്ടോ, അത് എഴുതാം. ആൻഡ് UPSC ഇവാലുവേറ്റ്സ് ദ മൾട്ടിപ്പിൾ സബ്ജക്ട് കാൻഡിഡേറ്റ്സ് ഇൻ ടു എ സിംഗിൾ മെറിറ്റ് ബേസ്ഡ് റാങ്കിങ്. പല ആൾക്കാർ പല ലാംഗ്വേജിൽ എഴുതുമ്പോഴത്തേക്കും അതിന്റെ സബ്ജക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സ്കെയിൽ അപ്പ് ചെയ്യാനും ബാക്കിയുള്ളത് പല ഓപ്ഷണലിനും വെയിറ്റേജ് കൂടുതലായിരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാനും അങ്ങനെ രീതിയിൽ ഒരു സിംഗിൾ മെറിറ്റ് ബേസ്ഡ് സിസ്റ്റം ആക്കി കൊണ്ടുവരാൻ UPSC has been working on it a lot എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ആൻഡ് പ്രിലിംസ് എക്സാമിനേഷന് അത് കണ്ടക്ട് ചെയ്യുന്ന ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ട് 2500ഓളം സെന്റേഴ്സ് നേഷൻ വൈഡ് കണ്ടക്ട് ചെയ്യുന്നു. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ആ ഒരു മെയിൻസിന്റെ സമയം വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് അത് കിട്ടുന്നുണ്ടോ. അവരുടെ ഓപ്ഷണൽ സബ്ജക്റ്റിന് നമ്മൾ ചൂസ് ചെയ്യുന്ന പലർക്കും പലതായിരിക്കും. അപ്പൊ അത് ഇന്നൊരു കാൻഡിഡേറ്റിന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കിട്ടുന്നു എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. ഇറ്റ്സ് എ വെരി ട്രമെൻഡസ് ജോബ് ദാറ്റ് ദി കമ്മീഷൻ ഇസ് ഡൂയിങ് ഫോർ ഇയേഴ്സ് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദിസ് evaluation of the answers by anonymous experts in the field. അപ്പോൾ അതിനകത്ത് നമുക്കൊരു സബ്ജക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും ദ എഫേർട്ട് ദാറ്റ് ദി കമ്മീഷൻ ഇസ് ടേക്കിംഗ് ടു ഇവാലുവേറ്റ് എ പേപ്പർ എന്നൊക്കെ പറയുന്നത് വളരെ കമൻഡബിൾ ആയിട്ടുള്ള ഒരു ജോബാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇഫ് യു ഹവ് റെഡ് ദിസ് ആർട്ടിക്കിൾ യു മൈറ്റ് ഓൾസോ നോട്ടീസ്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഇദ്ദേഹം പറയുന്നുണ്ട് ലൈക്ക് ഇതിനകത്ത് ഒരു അൺസങ് ഹീറോസ് എന്ന് പറയുന്ന പേപ്പർ സെറ്റേഴ്സും ഇവാലുവേറ്റേഴ്സ് ഒക്കെയാണ് അവരൊക്കെ ചെയ്യണം. എനിക്കതൊക്കെ വായിക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. അത് കഴിഞ്ഞ് ഈ ഒരു സെന്റൻസ് വായിക്കുമ്പോഴാണ് എന്റെ സർ ക്വയറ്റ് വിത്ത് ഡെഡിക്കേഷൻ വിത്തൗട്ട് സീക്കിംഗ് റെക്കഗ്നിഷൻ ഓഫ് ദ ലൈംലൈറ്റ് ദിസ് റൈറ്റർ thanks every one of them for their selfless service blah 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 blah. ഈ ദിസ് റൈറ്റർ എന്നൊക്കെ നിങ്ങളിപ്പോൾ ChatGPT ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ChatGPT ഉപയോഗിക്കുമ്പോഴാണ് ഈ ഒരു ലാംഗ്വേജ് വരുന്നത്. കാരണം ഇതിന്റെ അടിയിൽ ഇദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ആസ് ചെയർമാൻ അലോങ് വിത്ത് മൈ ഫെല്ലോ മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻ എന്നൊക്കെ. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരു സെൻസ് ഓഫ് വേർഡിങ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ദിസ് റൈറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറെ കൂടെ പ്രൂഫ് റീഡ് ചെയ്തിരുന്നെന്നുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് കമ്മിങ് ഫ്രം ദി ചെയർമാൻ ഓഫ് ദി UPSC അല്ലേ. ആൻഡ് ദിസ് ഇസ് പബ്ലിഷ്ഡ് അല്ലേ ഹിന്ദു പോലത്തുള്ള ഒരു വലിയ എഡിറ്റോറിയലാണ് വന്നേക്കുന്നത്. അപ്പൊ ദിസ് റൈറ്റർ ഇസ്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് ChatGPT തന്നെ ആണെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, ചിരിക്കാൻ പറ്റുന്ന ഒരു ലാഫിംഗ് സ്റ്റോക്കായി മാറും. ഓക്കെ, പിന്നെ നമുക്ക് വേറൊന്നുമില്ല, ഇപ്പോഴത്തെ ഗവേണൻസും ടെക്നോളജി മാറി വരുന്നതനുസരിച്ച് നമ്മളും UPSC ഈസ് ഓൾസോ ബീൻ ഇവോൾവിംഗ്. ഒരു പുതിയൊരു ഓൺലൈൻ പോർട്ടൽ, ആപ്ലിക്കേഷൻ പോർട്ടൽ ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ക്വൈറ്റ് ഗുഡ്. നമ്മൾ ഒരിക്കൽ ഇൻഫർമേഷൻ ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് UPSC കണ്ടക്ട് ചെയ്യുന്ന പല എക്സാംസ് ഉണ്ട്. അപ്പൊ പല എക്സാംസിലും നമുക്ക് റിപ്പീറ്റഡ്ലി ഫിൽ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്യപ്പെടുകയും അങ്ങനെയുള്ള രീതിക്ക് നല്ലൊരു പോർട്ടൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇംപെർസനേഷൻ, അതായത് ആള് മാറി പരീക്ഷ എഴുതാതിരിക്കാനൊക്കെ വേണ്ടി ഒരു ഫേഷ്യൽ റെക്കഗ്നിഷൻ ടെക്നോളജി അവർ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഇതൊരു പ്രതിഭാ സേതു, ഇത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രതിഭാ സേതു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UPSCയിലെ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത ഒരു 3000 പേരുണ്ട്. ആ 3000 പേരത്തോളത്തിൽ നിന്ന് ഒരു 900 to 1000 പീപ്പിൾ മാത്രമേ സർവീസ് ലിസ്റ്റിൽ കയറുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഒരു 2000 പേര് ഒന്നുമില്ലാതെ വീണ്ടും ഒന്നേന്ന് എഴുതുക എന്നുള്ളതാണ് നടന്നു വരുന്നത്. പക്ഷേ UPSC അതിൽ നിന്നൊരു സ്റ്റെപ്പ് കണ്ടെത്തി പ്രതിഭാ സേതു എന്ന് പറഞ്ഞിട്ടുള്ള ഇനിഷ്യേറ്റീവ് വഴി ഇന്റർവ്യൂ സ്റ്റേജ് വരെ റീച്ച് ചെയ്തിട്ടുള്ള ഫൈനലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്താ പറയുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് പ്രതിഭാ സേതു എന്ന് പറയുന്നത്, വിച്ച് ഇസ് ക്വൈറ്റ് കൺസിഡർഡ് ഗുഡ്. അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഇന്റഗ്രിറ്റി, ഫെയർനെസ് അതൊക്കെ പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ദി ആർട്ടിക്കിൾ ദാറ്റ് ഐ വാണ്ടഡ് ടു ഷോ യു. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത് വേറൊന്നുമല്ല, ഈ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നതിന്റെ ഒരു എവല്യൂഷൻ നമുക്കൊന്ന് നോക്കണം. ബേസിക്കലി 1924 മുന്നേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അതിനകത്താണ് ബേസിക്കലി ഒരു പ്രൊവിഷൻ ഉള്ളത് ഇങ്ങനത്തെ ഒരു പബ്ലിക് സർവീസ് കമ്മീഷന്. അപ്പൊ അത് വന്നതിന് ഉടനെ ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്തില്ല. പിന്നീട് ഒരു 1926 ഒക്കെ ആകുമ്പോഴാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനു മുന്നേ ഒരു ലീ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മീഷനെ ഇതാക്കി ഈ ഒരു എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്മൾ സിവിൽ സർവീസ് എവല്യൂഷനിൽ പഠിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് ലീ കമ്മീഷൻ എന്ന് പറയുന്നത്. 1924 അതിനുശേഷം പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് 1926 എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ GOI ആക്ട് 1935, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതിനെ ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം നമ്മൾ അതിനെ UPSC എന്നുള്ള രീതിക്ക് റീനെയിം ചെയ്തിട്ട് ഇപ്പോഴത്തെ കാണുന്ന ഒരു സ്ട്രക്ചറും കാര്യങ്ങളിലേക്കൊക്കെ വന്നു. അപ്പോൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ചെയർമാൻ ആണ്, വിച്ച് ഇസ് അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ് ആൻഡ് അതർ മെമ്പേഴ്സ് ആർ ഓൾസോ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. ഇതിനകത്ത് 50% മെമ്പേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10 years അണ്ടർ ദി GOI സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് ചെറിയ ചെറിയ കണ്ടീഷൻസ് ആണ്. ഇതിനകത്ത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത് 5 year ടേം ഒക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് യൂഷ്വലി. പക്ഷേ ഈ ഒരു UPSCയുടെ കാര്യത്തിനകത്ത് 6 year ആണ് ടെന്യൂർ, അല്ലെങ്കിൽ 65 years ഓഫ് ഏജ് ആയിരിക്കണം വരുന്നത്. ആൻഡ് ഓൾ ദി മെമ്പേഴ്സ് ആർ റൈറ്റിംഗ് ദ റെസിഗ്നേഷൻ ടു ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം. ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ക്ലാസ്സുകളിൽ GS ക്ലാസ്സുകളിൽ ഇത് പഠിക്കുന്ന സമയത്ത് ആൻഡ് റിപ്പീറ്റഡ്ലി ഇത് കണ്ടുവരുമ്പോഴായിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് ചെയർമാൻ ഓഫ് ദി UPSC സർവീസ് സർവീസ് കമ്മീഷൻ, ഇറ്റ് ഇസ് ഹി ഓർ ഷീ ഇസ് നോട്ട് എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഹി ഓർ ഷീ കനോട്ട് ബി എംപ്ലോയിഡ് അണ്ടർ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ എനി ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നുള്ള കാര്യം. സോ UPSC ചെയർമാനായിട്ട് വിരമിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ജോലിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ഒരു ഒഫീഷ്യലി ഈ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഇസ് വൈ അത് അത്രത്തോളം ഇൻഡിപെൻഡൻസ് കൊടുക്കണം. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ജോലിക്ക് ഒരു വാഗ്ദാനം കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ദ റൂളിംഗ് ഡിസ്പെൻസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഫേവറബിൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യും, നമ്മളൊരു എന്താ പറയുക പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആഗ്രഹിച്ചു. പക്ഷെ അങ്ങനെ ഒരു സ്കോപ്പേ ഇല്ല എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ UPSC ചെയർമാൻ ഹി ഓർ ഷീ ക്യാൻ ഡു വാട്ട് എവർ ദേ വോണ്ട് വിത്ത് സ്റ്റേൺ ആക്ഷൻസ് ടു എന്താ പറയുക മെറിറ്റോക്രസീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ പക്ഷേ UPSC മെമ്പേഴ്സിനെ UPSC ചെയർമാനായിട്ടോ അല്ലെങ്കിൽ SPSCയുടെ ചെയർമാനായിട്ടോ അപ്പോയിന്റ് ചെയ്യപ്പെടാം എന്നുള്ള കാര്യമാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കൂടുതൽ ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. യു ക്യാൻ റീഡ് ഇറ്റ് ഫോർ യുവർ because we have to go to the other articles as well. So this is the crux that you have to know from this article. Okay, so നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ അടുത്തത് ഒരു ഓപ്പൺ ആണ്, നീഡ് ഫോർ ക്ലൈമറ്റ് ഫിനാൻസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലൈമറ്റും ക്ലൈമറ്റ് ചേഞ്ചും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തു. ദിസ് ഇസ് മോസ്റ്റ്ലി റിവോൾവിംഗ് അറൌണ്ട് ദി റിന്യൂവബിൾ എനർജി സെക്ടർ. ഓക്കെ, ഇപ്പൊ റിന്യൂവബിൾ എനർജിനകത്ത് നമുക്ക് നമ്മൾ ഇപ്പോൾ ക്ലീൻ എനർജി ട്രാൻസിഷനിൽ നമുക്ക് ഭയങ്കര ഗെയിനിങ് ഇൻ ദി മൊമെന്റം ആണ് ഇന്ത്യയിൽ. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ 2024 ഏകദേശം ഒരു 25 GW കപ്പാസിറ്റി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് യൂസിംഗ് ദ സോളാർ എനർജി കപ്പാസിറ്റി, മേക്കിംഗ് ദ തേർഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ ഗ്ലോബലി ആഫ്റ്റർ ചൈന ആൻഡ് USA. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയാണ് ഫസ്റ്റ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്കൻഡ് ആണ്, ഇന്ത്യ തേർഡ് ആണെന്നുള്ള ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക ഈ ഗ്ലോബൽ സോളാർ എനർജി അഡീഷൻസിനകത്ത്.
അപ്പോൾ ഈ ഇടയ്ക്ക് റീസെന്റ് അത് എന്താ പറയുക UN ജനറൽ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടിനകത്ത് ഇറ്റ് ഹാസ് റെക്കഗ്നൈസ്ഡ് ഇന്ത്യ അലോങ് വിത്ത് ദി ബ്രസീൽ ആസ് വെൽ എസ് ചൈന ആസ് വൺ ഓഫ് ദി എന്താ പറയുക കീ ലീഡിംഗ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഈ ഒരു പ്രൊമോട്ടർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സോളർ ആൻഡ് വിൻഡ് എനർജി വിച്ച് ഹാസ് കൺസിഡർ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുക റിന്യൂവബിൾ എനർജി സെക്ടർ അറ്റ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു 1 million എംപ്ലോയ്മെന്റ്, ഏകദേശം ഒരു 5% ഓഫ് GDPയുടെ ഒരു രീതിയിൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. ആൻഡ് ആസ് യു ഓൾ നോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്റർനാഷണൽ സോളർ അലയൻസ് അത് ഇന്ത്യ ആൻഡ് ഫ്രാൻസിന്റെ ഒരു ലീഡർഷിപ്പിലായിരുന്നു അത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ അടിയിലാണ് നമ്മൾ ഒസോവോഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നുള്ള രീതിക്ക്. അപ്പൊ അത് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാനോ അനശ്വര മാം ആരോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആർട്ടിക്കിൾ. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലൊക്കെ പോകുന്ന സമയത്ത് ദിസ് ഇസ് ഇംപ്രസീവ് മൊമെന്റം, പക്ഷേ ഇറ്റ് നീഡ്സ് എ കോൺസ്റ്റന്റ് പുഷ് ബിക്കോസ് റൈറ്റ് നൗ ദ പേസ് ഇൻ വിച്ച് വി ആർ ഗോയിങ് നമുക്കൊരു വലിയൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഫേസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ദ ഫിനാൻഷ്യൽ ഗ്യാപ്പ്. സോ ഫിനാൻഷ്യൽ സ്കഫോൾഡിംഗ് നീഡ്സ് ടു സസ്റ്റെയിൻ ആൻഡ് scale this transition. So without a dramatic expansion of the climate finance, India will struggle to meet its climate goals എന്ന കാര്യമാണ്. അപ്പോൾ ഫിനാൻസ് എല്ലാ കാര്യത്തിനകത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആസ്പെക്ട് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാമു സാറിന്റെ എൻവയോൺമെന്റ് ക്ലാസ്സിനകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു പാരീസ് ക്ലൈമറ്റ് അഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നതിന് ശേഷം COP29 വെച്ച് നമ്മളൊരു ക്ലൈമറ്റ് ഫിനാൻസിന്റെ ബാക്കുവിൽ നടന്നിട്ടുള്ള COP-നകത്ത് അപ്പോൾ അവിടെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. സോ ഐ എം നോട്ട് ഡിസ്കസിങ് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഇൻ ടു ദാറ്റ്. സോ ആ രീതിയിലാണ് നമുക്ക് നല്ല രീതിയിൽ ഫിനാൻസ് വേണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അറീന എന്ന് പറയും ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി അസോസിയേഷൻ, അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇഫ് ഇന്ത്യ ഫോളോസ് എ 1.5 ഡിഗ്രി അലൈൻഡ് പാത്വേ, അതായത് 1.5 ഡിഗ്രി സെൽഷ്യസിന്റെ ടെമ്പറേച്ചർ റൈസിലേക്ക് ലിമിറ്റ് ചെയ്യുക ഗ്ലോബൽ വാർമിങ്ങിനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് അച്ചീവ് an average annual GDP growth of 2.8% through 2050, more than double the G20 average. G20ക്ക് ആവറേജിലി ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതിന് പ്രഡിക്ട് ചെയ്തതിനെക്കാട്ടിലും ഡബിൾ ഇന്ത്യക്ക് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനകത്ത് വേറെ ഒരുപാട് നമ്മുടെ ഈ ബാറ്ററി സ്റ്റോറേജിനകത്ത്, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഗ്രിഡ്സിനകത്ത്, നമ്മൾ നേരത്തെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ ടെക്നോളജീസിനകത്തൊക്കെ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തണം. അതിന് ഏറ്റവും ഫിനാൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഒരു ചെറിയൊരു കണക്ക്, ദിസ് യു ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ഫോർ മെയിൻസ് ഓർ ലൈക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു $1.5 to $2.5 trillion ബൈ 2030 ആണ് നമുക്ക് വേണമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ടു സ്റ്റേ ഇൻ ദി 1.5 ഡിഗ്രി സെൽഷ്യസ് പാത്വേ. സോ ഇതിനകത്ത് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ റിന്യൂവബിൾസ് വേണം, ഈ ഇലക്ട്രിസിറ്റി ഗ്രിഡിനെ നമുക്ക് എഫിഷ്യന്റ് ആക്കണം, ഇതേപോലത്തെ ഗ്രീൻ ഹൈഡ്രജനെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യണം, നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം, നമ്മുടെ ബസ്സും പബ്ലിക് ട്രാൻസ്പോർട്ട്, ട്രെയിനിനെയൊക്കെ ഇലക്ട്രിഫൈ ചെയ്യുക, ബസ്സിനെയൊക്കെ നമുക്ക് CNGയിലേക്ക് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ബസ്സായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് സസ്റ്റൈനബിളി ഇത് ചെയ്യാനായിട്ട് വേണം. പക്ഷേ റൈറ്റ് നൗ ദ ഫിനാൻസസ് വെൽ ഷോർട്ട് ഓഫ് ഇറ്റ്സ് ടാർഗറ്റ് എന്നുള്ള കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈക്ക് നമുക്ക് കുറച്ച് ഡെപ്റ്റുകൾ, GSS ഡെപ്റ്റ്, അതായത് കുറച്ചുകൂടെ നമുക്ക് സോഷ്യൽ സസ്റ്റൈനബിലിറ്റിയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് കൊടുത്തുള്ള നമുക്ക് ഈ ഡെപ്റ്റ് ബോണ്ടിനെയൊക്കെയാണ് നമ്മളിത് പറയുന്നത്. ഗ്രീൻ ബോണ്ട്സ് എന്ന് പറയുന്നതൊക്കെ തന്നെ നമുക്ക് എന്താ പറയുക ഗ്രീൻ ഇനിഷ്യേറ്റീവ്സിന് വേണ്ടി നമ്മൾ എന്താ പറയുക അതിലേക്കാണ് നമ്മുടെ എക്സ്പെൻഡിച്ചർ പോകുന്നത്. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കടം എടുക്കുന്നതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഗ്രീൻ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള രീതിക്ക് പറയുന്നത്. സോ ആ രീതിയിൽ ആക്ച്വലി നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിന് നമുക്ക് റോബസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ എൻഗേജ്മെന്റ് ആണ് വേണ്ടത്. സോ വൈൽ ദ പ്രൈവറ്റ് സെക്ടർ is actually responsible for 84% of the total green bond issuance. പക്ഷേ ഈ ഒരു രീതിയിൽ അതൊക്കെ വലിയ വലിയ കമ്പനീസ് ആണ് കൂടുതൽ ചെയ്തു വരുന്നത്. ഇപ്പോഴത്തെ ഒരു ചെറിയൊരു പ്രശ്നമാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പക്ഷേ നമുക്ക് MSMEs, അതാണ് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത്, MSMEസും അഗ്രികൾച്ചർ ഇന്നോവേറ്റേഴ്സും ലോക്കൽ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്സ് ഒക്കെ ദേ നീഡ് ടു എന്താ പറയുക കണ്ടിന്യൂസ് ടു നീഡ് എൻഹാൻസ്മെന്റ് ടു ദി കൺസെഷണൽ ഫിനാൻസ് ആൻഡ് റിസ്ക് ഷെയറിംഗ് മെക്കാനിസംസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറെ കൂടുതൽ കൂടെ ഇവരെ കൂടെ ആക്സസിബിൾ ആവുന്ന രീതിക്ക് നമ്മൾ ഈ രീതിക്കുള്ള ടൂൾസിനെ ആക്സസിബിൾ ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്ത്യ സക്സസ്ഫുൾ സോളർ എനർജി ഓപ്ഷൻസ് അണ്ടർ സോളാർ പാർക്ക് സ്കീം ദാറ്റ് ഹാസ് അട്രാക്റ്റഡ് എ ലോട്ട് ഓഫ് പ്രൈവറ്റ് ഫിനാൻസിംഗ്. അതുപോലെ തന്നെ സോവറിൻ ഗ്രീൻ ബോണ്ട്സ്, ഇന്ത്യൻ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഗ്രീൻ ബോണ്ട്സിനെയാണ് സോവറിൻ ഗ്രീൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ലാതെ സെബി റെഗുലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ബോണ്ട്സും ഇതെല്ലാം തന്നെ പ്രൈവറ്റ് ക്യാപിറ്റലിനെ ക്ലൈമറ്റ് ആക്ഷനിലേക്ക് ചാനൽ ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടു അൺലോക്ക് ദിസ് ഗ്യാപ്പ് ഇൻ ദി ഫിനാൻസ്, ഇന്ത്യ മസ്റ്റ് ഡൈവേഴ്സിഫൈ ആൻഡ് ഡീപൻ ദി ക്ലൈമറ്റ് ഫിനാൻസ് സ്ട്രാറ്റജി. ബട്ട് നമുക്ക് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അലോക്കേഷനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക അവരുടെ ഫിസിക്കൽ ടൂൾസ് ഉപയോഗിച്ച് നമ്മുടെ പ്രൈവറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറെ കൂടെ അട്രാക്ട് ചെയ്യണം. ബിക്കോസ് ഗവൺമെന്റ് അലോൺ കനോട്ട് എന്താ പറയുക അഫോർഡ് ടു പേ ദിസ് മച്ച് ഓഫ് ദി എമൗണ്ട് ഫോർ ദി ക്ലൈമറ്റ് ഫിനാൻസ് എന്നുള്ള കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് മേജർലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്രെഡിറ്റ് എൻഹാൻസ്മെന്റ്സ് ചെയ്യുക. അതിനകത്ത് ഈ പറഞ്ഞ പോലത്തെ ഒരു പല ഡിഫറെന്റ് ടൂൾസിന്റെ കാര്യമാണ് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആക്ച്വലി പോകേണ്ടതില്ല, അതുകൊണ്ടാണ് ഡിസ്കഷനിലേക്ക് എടുക്കാത്തത്.
and can improve the risk return. അപ്പോൾ ഒരുപാട് പേര് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മോഡൽ. സ്കെയിലിംഗ് സെഷൻ മോഡൽ വിൽ റിക്വയർ അൺലോക്കിംഗ് ദി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്യാപിറ്റൽ ഫ്രം പെൻഷൻ ഫണ്ട്സ്. അതായത് നമുക്ക് ഈ പെൻഷനിലൊക്കെ PF-നകത്തൊക്കെ നമ്മൾ ഇടുക എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഫണ്ടിൽ നിന്നുള്ളതൊക്കെ നമുക്ക് ഈ കുറെ കൂടെ ഗ്രീനിങ് ഇനിഷ്യേറ്റീവ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യണം. ആരെ? LIC-നെ, അല്ലെങ്കിൽ EPFO എന്ന് പറയും. EPFO, എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഒക്കെ ഒരു പോർഷൻ ഓഫ് ദിയർ പോർട്ട്ഫോളിയോനെ ക്ലൈമറ്റ് അലൈൻഡ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നഡ്ജ് ചെയ്യുക, അതായത് അവരെ ഒന്ന് പറയുക. അപ്പൊ അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് കുറെ കൂടെ ഫിനാൻസ് മൊബിലൈസേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ്. പിന്നെ ഇന്ത്യ ഇപ്പോൾ നമ്മൾ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സിസ്റ്റം നമ്മളത് പറഞ്ഞിരുന്നു, അത് ചെയ്തിരുന്നു, അത് കൃത്യമായിട്ട് നടക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്ലീൻ എനർജിയിലെ പാത്വേയിൽ മാത്രം ലീഡ് ചെയ്താൽ മാത്രം പോരാ, ക്ലൈമറ്റ് ഫിനാൻസിൽ വലിയൊരു ഇന്നോവേഷൻ ഇന്ത്യ തന്നെ കൊണ്ടുവരണം, സോ ദാറ്റ് വി ക്യാൻ ഗെറ്റ് വിസിബിൾ ആൻഡ് സ്കെയിലബിൾ ബ്രേക്ക് ത്രൂസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു നല്ലൊരു ഗുഡ് റീഡ് ആർട്ടിക്കിൾ പോലെ നമുക്ക് കാണാനേ ഉള്ളൂ. ചില പോയിന്റ്സ് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇനി വേറെ 2 എഡിറ്റോറിയലാണ് ജസ്റ്റ് ക്വിക്ക് ആയിട്ട് പറയാവുന്നതാണ്. ഇത് 2 days ബിഫോർ വന്നിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. ഈ പ്രൈവറ്റ് പ്രോജക്ട് പ്ലാൻസ് ഇൻ ദി ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഫിസ്ക്കൽ ആർ അറ്റ് 15-year ഹൈ എന്ന് പറയുന്നത്. അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ എന്താ പറയുക ഒരു എഡിറ്റോറിയൽ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, ഡൊമസ്റ്റിക് ഫേംസിന് ഒരു നല്ലൊരു വിശ്വാസമുണ്ട് ഇന്ത്യൻ എക്കണോമിയുടെ പേരിൽ. പക്ഷേ ഇറ്റ് ഇസ് നോട്ട് ദ കേസ് വിത്ത് ദി ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ കാരണം ഈ ആർട്ടിക്കിൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇതിനെ സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട്. വേറൊന്നുമല്ല, ഇൻവെസ്റ്റ്മെന്റ് അനൗൺസ്മെന്റ്സ് ഇൻ ദ കൺട്രി മെയ്ഡ് ബൈ ദി പ്രൈവറ്റ് പീപ്പിൾ, അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇപ്രാവശ്യം ഒരു 15 മന്തിന്റെ ഒരു ഹൈ ആണ് ഇപ്പോൾ വന്നേക്കുന്നത് ബൈ ദി പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് കമ്മിറ്റ്മെന്റ്സ് അവർ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പൊ അവരങ്ങനെ അനൗൺസ് ചെയ്തതിൽ ഈ വർഷത്തെ ഇപ്പോഴത്തെ ഇത്രയും വരെ രീതി നോക്കുമ്പോഴത്തേക്കും ദിസ് ഇസ് എ 15-month ഹൈ ആൻഡ് ഇറ്റ് ഹാസ് അമൗണ്ട് ടു ഏകദേശം ഒരു 10 lakh crore-ന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ സച്ച് ഇൻവെസ്റ്റ്മെന്റ്സ് ഹാവ് ബീൻ ഹിസ്റ്റോറിക്കലി ഡ്രിവൺ ബൈ ഇന്ത്യൻ ഫേംസ്. ആദ്യം തന്നെ ഇന്ത്യൻ ഫേംസ് ആണ് നേരത്തെ തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്സിൽ കൂടുതൽ ഇത് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദ കോൺസെൻട്രേഷൻ ഹസ് ഇന്റൻസിഫൈഡ് ഇൻ ദി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. വൈൽ ഇന്ത്യൻ ഫേംസ് അക്കൗണ്ടഡ് ഫോർ ഏകദേശം 77% ഓഫ് ദി പ്രൈവറ്റ് സെക്ടർ അനൗൺസ്മെന്റ്സ് ഇൻ ബാക്ക് ഒരു 6-7 years ബിഫോർ ആണെന്നുണ്ടെങ്കിൽ ആ 77-ൽ നിന്ന് ഇപ്പോൾ 94% ഓഫ് ദി എന്താ പറയുക ആ അനൗൺസ്മെന്റ്സ് ഫ്രം ദി പ്രൈവറ്റ് സെക്ടർ ഹാസ് കം ഫ്രം ദി ഇന്ത്യൻ ഫേംസ്. അപ്പോൾ നേരത്തെ തന്നെ നല്ലൊരു ഡോമിനേറ്റിംഗ് ഇത് ഇന്ത്യൻ ഫേംസിനായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിന്റെ പെർസെന്റേജ് ഇപ്പോൾ നല്ല രീതിയിൽ ജമ്പ് ചെയ്തു ഇൻ ദ ലാസ്റ്റ് 6-7 years എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് 2 ഇതാണ് നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. അതായത് ഇന്ത്യൻ ഫേംസിന്റെ ഇത് ഷെയർ കൂടുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഫോറിന്റെ ആൾക്കാരുടെ ഷെയർ കുറയുന്നു. അത് സ്റ്റാറ്റിസ്റ്റിക്കലി അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ഫേംസ് സീംസ് ടു ബി ഒപ്റ്റിമിസ്റ്റിക്. ദ വാല്യൂ ഓഫ് ദി പ്രോജക്ട്സ് കംപ്ലീറ്റഡും ഏകദേശം ഒരു 15-month ഹൈയിലാണ് ഇത് വരുന്നത്. സോ ദിസ് ആക്ച്വലി കംസ് ആസ് എ റിലീഫ് ടു ദി ഗവൺമെന്റ്, ബിക്കോസ് ഗവൺമെന്റിന് അധികം ഇനി സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഗവൺമെന്റ് ഹാസ് ബീൻ പുഷിംഗ് ദി പ്രൈവറ്റ് സെക്ടർ ടു ഇൻവെസ്റ്റ് മോർ. അവർ അങ്ങനെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബിക്കോസ് ഗവൺമെന്റ് ഇപ്പൊ ഈ ഒരു പൈസ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പല വെൽഫെയർ ആക്ടിവിറ്റീസിനൊക്കെ അത് ഉപയോഗിക്കാം ഈ ഒരു സെക്ടറിലേക്ക് പുഷ് ചെയ്യുന്നതിന് പകരം. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ന്യൂ ഇൻവെസ്റ്റ്മെന്റ്സ് ഹാവ് കം ഇൻ ദി മാനുഫാക്ചറിംഗ് സെക്ടർ. നമ്മൾ ഇന്നലെ പറഞ്ഞു അഗ്രികൾച്ചർ, മാനുഫാക്ചറിംഗ്, സർവീസസ് ഈ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അഗ്രികൾച്ചറിന്റെ ഇതിനകത്ത് നമ്മൾ ആൾക്കാർ നമ്മുടെ വുമൺ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അഗ്രികൾച്ചർ ഇന്ന് നമുക്ക് മാനുഫാക്ചറിംഗിലേക്കാണ് കൂടുതൽ ആൾക്കാർ പോകേണ്ടത്. അപ്പോൾ അതിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നാലേ മോർ ഓപ്പർച്യൂണിറ്റീസ് അതിൽ ക്രിയേറ്റ് ആവുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിംഗ് സെക്ടറിലേക്കാണ് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് മോസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റും പോകുന്നത്. ഇറ്റ് ഇസ് എ ഗുഡ് സൈൻ. ഓക്കെ, അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ GST റേറ്റ് കട്ടിന് മുന്നെയാണ് വന്നത്. അപ്പോൾ ഇറ്റ് ഷോസ് എ സ്ട്രോങ്ങർ ഫീലിംഗ് ഓഫ് ദി ഇന്ത്യൻ, സ്ട്രോങ്ങർ കോൺഫിഡൻസ് ഓഫ് ദി ഇന്ത്യൻ ഫേംസ് ഇൻ ദി ഇന്ത്യൻ എക്കണോമി എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ലീവ് ദി ഗവൺമെന്റ് വിത്ത് മോർ ഫിസ്ക്കൽ റൂം ടു അഡ്രസ് ദി ഡെവലപ്മെന്റൽ ആൻഡ് ഡിഫൻസ് ഇഷ്യൂസ്. അപ്പോൾ പക്ഷേ നമ്മൾ ഫോറിൻകാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 lakh crore ഇന്ത്യൻ ഫേംസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 0.6 lakh crores മാത്രമേ ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഇയർ സമയത്ത് വന്നിട്ടുള്ളൂ. ഇത് 3rd കൺസിക്യൂട്ടീവ് ഇയർ ആയിട്ട് ഡിക്ലൈനിലാണ്. ഇപ്പോൾ കോവിഡ് പാൻഡമിക് മുതൽ തന്നെ അത് കുറഞ്ഞുകൊണ്ട് വരികയാണ്. ആൻഡ് ലേറ്റസ്റ്റ് ആയിട്ട് താരിഫ് ഫ്രിക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇറ്റ് ഹാസ് ഷേക്കൺ ദി കോൺഫിഡൻസ്. സോ റൈറ്റ് നൗ എന്താ പറയാ, ദി ഗവൺമെന്റ് നീഡ്സ് ടു ഫിഗർ ഔട്ട് വൈ ദി ഫോറിൻ കമ്പനീസ് ആർ ലുക്കിംഗ് എൽസ്വെയർ എന്ന കാര്യം. ആൻഡ് ഗവൺമെന്റ് നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ കേപെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു ലാസ്റ്റ് നമ്മളൊരു കോവിഡ് പാൻഡമിക്കിന് ശേഷം ദി ഗവൺമെന്റ് ഹാസ് ബീൻ കൂടുതൽ ഫോക്കസിംഗ് ഓൺ ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, വിച്ച് ഇസ് എ വെരി ഗുഡ് സൈൻ ബിക്കോസ് ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് എൻ അസെറ്റ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ല, പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനുള്ള എക്സ്പെൻഡിച്ചർ അല്ല നമ്മുടെ കൂടുതലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിരുന്നു. പക്ഷേ എപ്പോഴും ഗവൺമെന്റ് അത് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അത് തന്നെയാണ് ഗവൺമെന്റ് സ്റ്റാൻസും. ഇറ്റ് വിൽ നോട്ട് ബി ഗ്രോയിങ് ദ കേപെക്സ് ആസ് ഫാസ്റ്റ് ആസ് ബിഫോർ. അപ്പൊ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും ദിസ് ഇസ് ഗോയിങ് ടു ആഡ് ദ പ്രഷർ ഓൺ ദി ഇന്ത്യൻ ഫേംസ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഫോറിൻ കമ്പനീസ് നമ്മുടെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ്സ് കുറഞ്ഞു പോയി എന്നുള്ള കാര്യം അന്വേഷിച്ച് അതിനുള്ള റെമഡിയൽ സ്റ്റെപ്സ് എടുക്കണം എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ നമുക്ക് എന്താ പറയുക ഒരു വേ ഫോർവേഡ് പോലെ പറയുന്നത്.
പിന്നെ വേറൊരു എഡിറ്റോറിയൽ ഇന്ന് തന്നെ വന്നിരുന്നതാണ്. നമ്മുടെ ട്രംപ് അദ്ദേഹം പുതുതായിട്ട് ഒരു പരിപാടി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 20-point പീസ് അഗ്രിമെന്റ് ഓർ പീസ് പ്ലാൻ ഫോർ ദി ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്ട് എന്നുള്ള രീതിക്ക്. ഇത് നമുക്ക് എല്ലാം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഈ ഒരു 20 points ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫോഗ്രാഫിക്സ് ഇട്ടേക്കുന്നത്. ഇത് ബേസിക്കലി ഈ ഒരു എഡിറ്റോറിയൽ അതിനെ എന്താ പറയാ, ഇറ്റ് ആക്ച്വലി സെർവ്സ് ദി ഇസ്രായേലി ഗോൾസ് ആൻഡ് ലിറ്റിൽ ഫോർ ദി പാലസ്റ്റീനിയൻസ് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സംഭവത്തിൽ തന്നെ കുറെ കൂടെ NDM എന്നൊക്കെ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ഈ ഒരു പ്രോസസ്സിനെ എന്നാണ് പറയുന്നത്. നമുക്ക് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ബട്ട് യു ഡോണ്ട് ഹാവ് ടു ലുക്ക് ഇൻ ടു ദ മച്ച് ഡീറ്റെയിൽസ്. ജസ്റ്റ് ഇത് എങ്ങനെയാണ് നോക്കിയാൽ മതി. ഇപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഒരു 20-point പീസ് പ്ലാൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് അലൈൻസ് വിത്ത് ദി ഇസ്രായേൽ വാർ ഒബ്ജക്റ്റീവ്സ് എന്ന് അവിടുത്തെ ഇസ്രായേലിന്റെ PM തന്നെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വെൽക്കം ദി ഇനിഷ്യേറ്റീവ്. നമ്മുടെ പ്രധാനമന്ത്രി മോദിയും ഇറ്റ് ഇസ് എ വെരി കോംപ്രിഹെൻസീവ് സ്റ്റെപ്പ് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് ട്വീറ്റ് ഒക്കെ ചെയ്തു. ആൻഡ് ദർ ഹാവ് ബീൻ റിപ്പോർട്ട്സ് ദാറ്റ് ഹമാസ് ഹാസ് അക്സെപ്റ്റഡ് ദിസ് എന്താ പറയാ ഈ ഒരു അഗ്രിമെന്റ് ആൻഡ് they have promised to release all the hostages as demanded in ഈ ഒരു പാക്ടിനകത്ത്. ഓൾ ദി ഇസ്രായേലി ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എത്രമാത്രം നടക്കും അറിയില്ല. പക്ഷേ വൺ ട്രൂ ഇമ്പോർട്ടന്റ് വോയിസ് ദാറ്റ് ഇസ് മിസ്സിംഗ് ഇസ് ദി റെപ്രസെന്റേഷൻ ഓഫ് പാലസ്റ്റീനിയൻ പീപ്പിൾ. കാരണം നമ്മൾ പറയുന്നത് പോലെ ഈ ഹമാസ് എന്ന് പറയുന്നത് ദേ ആർ എ മിലിറ്റന്റ് ഗ്രൂപ്പ്. ദേ ആർ നോട്ട് ദി ട്രൂ വോയിസ് ഓഫ് ദി ഗാസ ഓർ പാലസ്റ്റീനിയൻ പീപ്പിൾ. അപ്പോൾ അവരുടെ ഒരു സംഭവം ഇതിനകത്തൊന്നും വരുന്നില്ല. ഈവൻ ഇഫ് ദി ഹമാസ് മാറിപ്പോയി കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ, അവരുടെ ഇതിനകത്ത് പറയുന്നത് അവരുടെ വാർ ഒബ്ജക്റ്റീവ്സ് തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക, ഇല്ലാതാക്കുക എന്നൊക്കെയാണ്. പക്ഷെ ഇത്രയും വർഷത്തെ വാറിന് ശേഷം അവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ പാലസ്റ്റീനിയന് എന്താവും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടതായിട്ടുള്ളത്. സോ എന്താ പറയാ, ഇതിനകത്ത് നമ്മൾ പറയുന്നത് തന്നെ ഈ ഒരു പ്ലാനിനകത്ത് ബേസിക്കലി ഇറ്റ് ഇസ് മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. എന്തുകൊണ്ടാണ്? ദിസ് പ്രപ്പോസസ് ദി ഗാസ ടു പ്ലേസ് അണ്ടർ എ ഇന്റർനാഷണൽ ഗവർണൻസ് ബോഡി ഓവർസീൻ ബൈ എ ബോർഡ് ഓഫ് പീസ്. അത് ആരാ ചെയർ ചെയ്യാൻ പോകുന്നത്? മിസ്റ്റർ ട്രംപ്, ഒബ്വിയസ്ലി. അല്ലാതെ വേറെ ആരും ചെയർ ചെയ്യും. And the plan further calls for the deployment of international stabilization force in Gaza while allowing the Israel troops to retain the security perimeter. And നമ്മൾ ഈ പറയുന്ന പോലെ ഹമാസ് എന്ന് പറയുന്ന മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഷുഡ് ഡിസ്മാന്റിൽ ഇറ്റ്സെൽഫ്, ഡീമൊബിലൈസ് ഇറ്റ്സെൽഫ്. അവരുടെ ആംസ് ഒക്കെ അവർ ഡ്രോപ്പ് ചെയ്യണം. ആൻഡ് ദ ഗാസ വുഡ് ബി പ്ലേസ്ഡ് അണ്ടർ ദി ബേസിക്കലി ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു പുതിയൊരു കൊളോണിയൽ ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും അവിടെ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് എഡിറ്റർ പറയുന്നത്. എന്താ പറയുക, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫോറിൻ മിലിറ്ററി ഫോഴ്സിന്റെ അടിയിലായിരിക്കും ഇത് വരാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു എല്ലാ കാര്യത്തിനകത്തും പാലസ്റ്റീനിയൻസ് വിൽ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദി ടോപ്പ് ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് അൺടിൽ ദേ മേക്ക് എന്താ പറയുക റിഫോംസ് ഇൻ ദി പാലസ്റ്റീനിയൻ അതോറിറ്റി. ആൻഡ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മണ്ണിൽ എഴുതി വെക്കുന്നത് പോലെയാണ്. ഇത് എപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത് ആരായിരിക്കും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും ഇതാക്കി ചെയ്തിട്ടില്ല. കാരണം കൃത്യമായിട്ടുള്ള നമ്മളൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വേ ഇതിനെ എൻഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വയലൻസിന് ഇത് വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ, ഇറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ദ കൺട്രീസ് ഹു ആർ ഗോയിങ് ടു എന്താ പറയുക കോൺട്രിബ്യൂട്ട് ടു ദ ട്രൂപ്സ് ഓഫ് ദിസ് ആ ഒരു സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF-ന്. മാത്രമല്ല ഈ ഒരു ഇംപ്ലിമെന്റേഷൻ പാലസ്റ്റീനിയൻ അതോറിറ്റിയിൽ റിഫോംസ് വന്നോ എന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആരായിരിക്കും ക്ലാരിഫൈ ചെയ്യുന്നത്, ആരായിരിക്കും ഓവർസീ ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. സോ ദ ട്രംപ് ഇസ് മേക്കിംഗ് എന്താ പറയുക ഓൾറെഡി ഇൻട്രാക്റ്റബിൾ ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. വീണ്ടും അദ്ദേഹം എന്ന് പറയും എനിക്കൊരു നോബൽ പീസ് പ്രൈസ് വേണമെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അറിയാം നമുക്ക് തിരുത്താനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് ഇഷ്ടത്തിൽ പറയട്ടെ. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ലുക്ക് അറ്റ് ഫ്രം ദിസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. നമുക്ക് ചെറിയ ആർട്ടിക്കിൾസ് നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. വേറെ ഒന്നുമില്ല, ഇതിന്ന് വന്നിരുന്ന ഒരു ആർട്ടിക്കിളാണ്. തമിഴ്നാട് പ്ലാൻസ് ടു കൺസർവ് 4 ലെസർ നോൺ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇതിനകത്ത് ഈ 4 സ്പീഷീസിന്റെ കാര്യം 1, 2, 3 and 4 ഈ ഒരു 4 സ്പീഷീസിന്റെ കാര്യം ഈ ആർട്ടിക്കിളിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടതാണ് ലയൺ ടെയിൽഡ് മെക്കാക്ക്. ഇത് UPSCയുടെ PYQന്റെ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സ്പീഷീസ്. സോ ഇറ്റ് ഇസ് ബിക്കമിംഗ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഇസ് എൻഡമിക് ടു വെസ്റ്റേൺ ഗട്ട്സ് റീജിയനിലാണ് ഇത് ഉണ്ടാവുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു. ടോൾഡ് എ ലോട്ട് ഓഫ് ടൈംസ്. ഇത് IUCN കാറ്റഗറൈസേഷൻ ആണ്. ക്ലാസ്സിലും നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. ഇത് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമ്മൾ ഇത് ഓർത്തിരിക്കും. സോ പേ അറ്റൻഷൻ ടു ഓൾ ദിസ് കൈൻഡ് ഓഫ് ന്യൂസ് ദാറ്റ് ഇസ് കമ്മിങ് ഇൻ ദ ന്യൂസ് പേപ്പർ. ഓക്കെ, അതുപോലെ തന്നെ മെഡ്രാസ് ഹെഡ്ജോഗ് എന്ന് പറയുന്നതാണ്. അതാണ് ഈ കാണുന്നത് മെഡ്രാസ് ഹെഡ്ജോഗ്. ഈ ഹെഡ്ജോഗ് എന്ന് പറയുന്നത് ഒരു നൊക്ടേണൽ ആനിമൽ ആണ്. അത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇതൊരു മാമലാണ്. ആൻഡ് ഇതൊരു സെമി അറിഡ് ലാൻഡ്സ്കേപ്സിലാണ് വരുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരള ഈ ഒരു റീജിയനിലാണ്. അപ്പൊ ഇതിന്റെ ഒരു ഹാബിറ്റാറ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ നോക്കി നിൽക്കണം. ലൈൻ ടൈൽഡ് മെക്കാക്ക് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിലാണ്. ഇത് എൻഡമിക് ആണ്. അവിടെ മാത്രമേ ഇത് കാണത്തുള്ളൂ ലൈൻ ടൈൽഡ് മെക്കാക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ മെഡ്രാസ് ഹെഡ്ജോഗ് എന്ന് പറയുന്നത് നൊക്ടേണൽ ആണ്. അതുപോലെ തന്നെ സെമി അറിഡ് റീജിയൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് ആൻഡ് കേരള ആ റീജിയനിലാണ് കണ്ടുവരുന്നത്. പിന്നെ സ്ട്രൈപ്ഡ് ഹൈന, ഈ കാണുന്നത് പോലത്തെ സ്ട്രൈപ്ഡ് ഹൈന. ഈ സ്ട്രൈപ്ഡ് ഹൈന എന്ന് പറയുന്നത് നിയർ ത്രെറ്റൻഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. നിയർ ത്രെറ്റൻഡ് ആണ്. അതൊരു സ്കാവഞ്ചർ ആണ്. ഇറ്റ് ഇസ് ഫേസിംഗ് എ പോപ്പുലേഷൻ ഡിക്ലൈൻ. അതുപോലെ തന്നെ ഹംപ് ഹെഡ് മഹസീർ എന്ന് പറയുന്ന ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അത് UPSCയിൽ PYQയിൽ ചോദിച്ചിട്ടുണ്ട്.
ഗോൾഡൻ മഹസീർ എന്ന് പറയുന്നത് ഏത് സ്പീഷീസ് ആണ്, ഫിഷ് ആണോ ഇൻസെക്ട് ആണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. UPSC PYQ വന്നതാണ്. അപ്പോൾ നമുക്കിത് ഈ ഒരു വേർഡ്സ് നെയിംസ് വെച്ചത് എന്ത് സ്പീഷീസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരെ UPSC ചിലപ്പോൾ ചോദിക്കും. സോ നമുക്കിത് ഈ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്കും ഹംബേർഡ് മഹസീർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ ദി മോയാർ റിവർ. അപ്പോൾ റിവറിൽ കാണുന്നുണ്ടെങ്കിൽ ഫിഷ് ആയിരിക്കുമല്ലോ എന്നുള്ള രീതിക്ക് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ആണ്. ദാറ്റ് മേക്സ് ഇറ്റ് ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി. ഹംബ് ഹെഡ്ഡ് മഹസീർ എന്ന് പറയുന്ന ഒരു ഫിഷ് ആണ്, ക്രിട്ടിക്കലി എൻഡേഞ്ചർഡ് ഫിഷ് ആണ് എന്നുള്ള കാര്യം ഇത്രയും മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാണ്. ഇത് നമ്മൾ നേഷൻ മസ്റ്റ് പ്രിപ്പയർ ഇന്നത്തെ ഫസ്റ്റ് ഒരു പേജിൽ തന്നെ വന്നതാണ് സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സ്റ്റേബിൾ കോയിൻസ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് നോക്കണം. സ്റ്റേബിൾ കോയിൻസ് ആർ എ ടൈപ്പ് ഓഫ് ക്രിപ്റ്റോ കറൻസി. ആക്ച്വലി നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പം നമുക്ക് എന്താ പറയുക, ബിറ്റ് കോയിൻസ് നമുക്ക് കേട്ടിട്ടുണ്ട്. അതൊരു ക്രിപ്റ്റോ കറൻസിയാണ്. പക്ഷേ അതൊരു ഭയങ്കര ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ്. അത് ചിലപ്പോൾ ഭയങ്കര വോളറ്റൈലാണ്, ഒരു വിലയും ചിലപ്പോൾ കാണില്ല, പക്ഷെ പിന്നെ തൗസൻഡ്സ് ഓഫ് എന്താ പറയുക ഡോളേഴ്സിന്റെ വില കാണും. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു സ്റ്റേബിൾ പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്ന ഒരു കറൻസിനെയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസിയാണ് സ്റ്റേബിൾ കോയിൻസ് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ദെയർ വാല്യൂ ഇസ് പെഗ്ഡ് ടു ആൻ അണ്ടർലൈങ് അസറ്റ്. ദാറ്റ് ക്യാൻ ബി എ ബാസ്ക്കറ്റ് ഓഫ് കറൻസി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്രഷ്യസ് മെറ്റൽസ് ഇതിലായിരിക്കാം. അപ്പൊ ഇതാണ് ഈ സ്റ്റേബിൾ കോയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേബിൾ കോയിൻസ് എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ നേരത്തെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിന് റെഗുലേഷൻ ചെയ്യുന്നില്ല. അതായത് ഇന്ത്യ ഡസ് നോട്ട് റെക്കഗ്നൈസ് ദി സ്റ്റേബിൾ കോയിൻസ് ആസ് ഓഫ് നൗ. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് ഇത്. അപ്പോൾ വേറെ പല കൺട്രീസ് അത് ബാൻ ചെയ്തിട്ടുണ്ട്. ചൈന, പാകിസ്ഥാനൊക്കെ അത് ബാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം USA ഒരു USA ജീനിയസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഉണ്ട്. അതിന്റെ പ്രകാരം അവിടുത്തെ ബാങ്ക്സിനും ടെക് ജൈൻസിനും ഒക്കെ ഇതേപോലത്തെ സ്റ്റേബിൾ കോയിൻസിന് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് നമ്മുടെ നേരത്തെ സ്റ്റാൻസ് എങ്ങനെയല്ലായിരുന്നു, നമ്മൾ കുറച്ച് റിസർവ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് നമ്മളത് അവർ അഡാപ്റ്റ് ടു ദി ന്യൂ മോണിറ്ററി ആർക്കിടെക്ചർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടു റിസ്ക് ദി എക്സ്ക്ലൂഷൻ എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു എന്താ പറയുക, നോ നേഷൻ ക്യാൻ ഇൻസുലേറ്റ് ഇറ്റ്സെൽഫ് ഫ്രം ദി സിസ്റ്റമിക് ചേഞ്ച്. അതായത് ലോകം മാറുമ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് നമ്മൾ പറയുന്ന പരിപാടിയാണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയും, VDA. ഈ VDA എന്നുള്ള കാറ്റഗറിയിലാണ് ഈ സ്റ്റേബിൾ കോയിൻസും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. VDS കം അണ്ടർ ദി IT ആക്ട്. അത് മാത്രമേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, IT ആക്ട് ഓഫ് 1961. അതിനടിയിലാണ് നമ്മളൊരു വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ള രീതിക്ക് അതിന്റെ ട്രാൻസാക്ഷനിലെ മേളിൽ നമ്മളൊരു 30% ഒക്കെ രീതിയിൽ അതിന്റെ ഒരു പ്രോഫിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു IT ആക്ടിന്റെ അടിയിൽ. പക്ഷേ RBI എന്ന് പറയുന്നത് ദേ വാണ്ടഡ് ടു ബാൻ ദിസ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. പക്ഷെ അതല്ല, ആ ഒരു ബാനിങ്ങിനുള്ള ബ്ലാങ്കറ്റ് ബാനിലേക്ക് പോയില്ല. പക്ഷെ എന്നാൽ നമ്മളിതിപ്പോൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുമില്ല. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി വിൽ ടേക്ക് ഇറ്റ് ഓൺ അനദർ ഡേ. അതൊരു വലിയൊരു ടോപ്പിക്കാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ദി ആംബിറ്റ് ഓഫ് ഡിസ്കഷനിൽ വരുന്നതല്ല. അപ്പോൾ ജസ്റ്റ് CBDC എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഒരു E-Rupee എന്നാണ് നമ്മൾ പറയുന്നത്. E-Rupee ഇറ്റ് ഇസ് ഇഷ്യൂഡ് ബൈ ദി RBI itself. It has got some legal backing. ഇപ്പോൾ സ്റ്റേബിൾ കോയിൻസിന്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജസ്റ്റ് ഇതൊന്ന് വായിച്ചു വെക്കുക. മേ ബി ഈ ഒരു പേരൊക്കെ തന്നിട്ട് ഇതെന്താണ് റീസെന്റ് സീനിയർ ന്യൂസ് എന്താണ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന പോലെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇതിനകത്ത് ഇത്രയും മാത്രമേ കാണാനായിട്ടുള്ളൂ. പിന്നെ ഇന്ന് വന്നിട്ടുള്ള ഒരു വേറൊരു ഇതാണ് ബന്നി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബന്നി ഫെസ്റ്റിവൽ എവിടെയാണെന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് ഇതിന്റെ കണ്ടുവരുന്നത്. കുർണൂൽ ഡിസ്ട്രിക്ട് ഓഫ് ആന്ധ്രാപ്രദേശിലാണ്. ബേസിക്കലി ഒന്നുമില്ല, ഇത് നമ്മൾ വിജയനഗര എംപയറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ട്രഡീഷനാണ്. വിജയദശമി ടൈമിലാണ് നടക്കുന്നത്. ഒരു സ്റ്റിക്ക് ഫൈറ്റ് ആണ് ഈ ബന്നി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതിനൊരു സ്റ്റിക്ക് ഫൈറ്റ് ആണ്. അപ്പോൾ ആ സിംബോളിക് ആയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഫൈറ്റ് അത് വലിയൊരു കാര്യമാക്കി പിന്നെ അടിയൊക്കെ ആയി കുറെ 2-3 പേര് മരിച്ചു. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് നവരാത്രി ഫെസ്റ്റിവ്സ് ആൻഡ് ഇറ്റ് ഇസ് ഫേമസ് ഇൻ ദി ആന്ധ്രാപ്രദേശ് റീജിയൻ എന്നുള്ള കാര്യം നോക്കുക. ഇതിനകത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്നി ഫെസ്റ്റിവൽ ഇസ് റിലേറ്റഡ് ടു ആന്ധ്രാപ്രദേശ്. പക്ഷേ ബന്നി ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ബന്നി ഗ്രാസ് ലാൻഡ്സ്. ഈ ബന്നി ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് ബേസിക്കലി ഗുജറാത്തിലാണ്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അത് ചിലപ്പോൾ നമുക്ക് മാറിപ്പോകും. അറിയാതെ നമ്മൾ ഗസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ബന്നി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും ഗുജറാത്തിൽ നിന്ന് എടുക്കും. പക്ഷേ അല്ല, ആന്ധ്രാപ്രദേശാണ്. ഇതൊരു ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ആർട്ടിക്കിളൊക്കെ നോക്കേണ്ടത് ഇത് ബേസിക്കലി ഒരു ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ട്. അതായത് ഭയങ്കര ബാക്ക്വേർഡ് ആയിരിക്കുന്ന ഡിസ്ട്രിക്റ്റിനെ കുറച്ചുകൂടെ പുഷ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 100 ഡിസ്ട്രിക്റ്റിനെ എടുക്കും. എന്നിട്ട് അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ എന്താ പറയുക അച്ചീവർ സ്റ്റാറ്റസിലേക്ക് കൊണ്ടുവരാൻ എന്നുള്ള രീതിക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡലിൽ ആസ്പിറേഷണൽ അഗ്രികൾച്ചർ ഡിസ്ട്രിക്ട് എന്നുള്ള രീതിക്ക് ഒരു പുതിയ പ്രോഗ്രാം വന്നിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ അനൗൺസ് ചെയ്തു. പ്രധാനമന്ത്രിയുടെ ഈ ഒരു യോജനയിലാണ്, ധൻധാന്യ കൃഷി യോജനയുടെ അടിയിലാണ് ഈ ഒരു ആസ്പിറേഷണൽ അഗ്രികൾച്ചറൽ ഡിസ്ട്രിക്ട് എന്നുള്ളൊരു ഇത് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉത്തർപ്രദേശ് ആണ് ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ 12 ഡിസ്ട്രിക്ട് എന്നുള്ള കാര്യം. 100-ൽ 12 ഡിസ്ട്രിക്റ്റും UP-യിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. UP is followed by മഹാരാഷ്ട്ര ആൻഡ് ദാറ്റ് is followed by മധ്യപ്രദേശ്.
3 സ്റ്റേറ്റ് മാത്രം അറിഞ്ഞാൽ മതി. കൂടുതൽ നമുക്ക് ലിസ്റ്റ് മൊത്തം പഠിക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 3 ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പ്രോജക്റ്റിനകത്ത് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് ബഡ്ജറ്ററി അലോക്കേഷൻ. പല അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ട് വരുന്ന സ്കീംസിന്റെ കൺവെർജൻസ് ഓഫ് ദി ഫിനാൻസിലൂടെയാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് സെലക്ട് ചെയ്യുന്നത് ഒരു 100 ഡിസ്ട്രിക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ. അപ്പോൾ അത് സെലക്ട് ചെയ്യുന്നത് ലോ പ്രൊഡക്ടിവിറ്റി, മോഡറേറ്റ് ക്രോപ്പ് ഇന്റൻസിറ്റി ആൻഡ് ബിലോ ആവറേജ് ആക്സസ് ടു ക്രെഡിറ്റ്. അതായത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം, എന്നാലേ അവർക്ക് വളരാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ ഒരു കാറ്റഗറിയിൽ ലോ പ്രൊഡക്ടിവിറ്റിയും ക്രോപ്പ് ഇന്റൻസിറ്റി അധികം ഇല്ലാത്തതും ആൻഡ് ക്രെഡിറ്റ് ആക്സസ് വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലെ ഡിസ്ട്രിക്റ്റിനെ എടുത്ത് അവർക്ക് കുറെ കൂടെ ഫോക്കസ് കൊടുത്ത് അവരെ ഡെവലപ്മെന്റ് പാത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു ഇനിഷ്യേറ്റീവ് ആണ് ഇതിനകത്ത് കാര്യം. ഇതിനകത്ത് ഇത്ര മാത്രമേ നോക്കേണ്ടതായിട്ടുള്ളൂ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേഗം ക്വിക്കായിട്ട് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം ഇത് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് ബേസിക്കലി നമ്മൾ UPSC കുറിച്ച് പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അതിന്റെ പ്രിലിംസ് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. പിന്നെ നമ്മൾ ക്ലൈമറ്റ് ഫിനാൻസിന്റെ കാര്യത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലൈമറ്റ് ഫിനാൻസിനകത്താണ് നമ്മൾ പറഞ്ഞ ഒരു $1.5 to $2.5 trillion ബൈ 2030 വേണം എന്നുള്ള കാര്യം മെയിൻസിൽ എവിടെയെങ്കിലും കൂട്ടി ചെയ്യാനായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നമ്മുടെ 2 എഡിറ്റോറിയൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും പിന്നെ നമ്മുടെ ട്രംപിന്റെ പീസ് പ്ലാനിനെ കുറിച്ചും. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു 4 സ്പീഷീസിനെ അവർ കൺസർവ് ചെയ്യാനായിട്ട്. അത് ഭയങ്കര ലെസർ നോൺ സ്പീഷീസ് ആണ്, പക്ഷേ എന്താ പറയാ, അതിനെ കൺസർവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് എൻഡേഞ്ചേർഡ് ആസ് വെൽ ആസ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് മഹസീർ പോപ്പുലേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്റ്റേബിൾ കോയിൻസിന്റെ കാര്യം കണ്ടു. അതിപ്പോൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും കാലത്തിൽ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ബന്നി ഫെസ്റ്റിവൽ കണ്ടു. ദിസ് ആക്ച്വലി ഫൗണ്ട് ഇൻ ആന്ധ്രാപ്രദേശ് എന്നുള്ള കാര്യം. ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സോ ടുമോറോ ഇസ് എ സൺഡേ. ഇന്നും ഞാൻ 40 മിനിറ്റ് എടുത്തു, എനിക്കറിയാം. സോ പ്ലീസ് ബെയർ വിത്ത് മീ. ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ റെഡ്യൂസ് ദ ടൈം. ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും കൂടുതൽ ഇങ്ങനെ ആയി പോകുന്നു. നമുക്ക് നോക്കാം. Maybe I have to reduce the articles. Otherwise, I don't know if I have to change the way I am speaking. എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. If I am over explaining at some point എന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ I will try to adjust with that. Otherwise, this is my natural flow. ഇപ്പം ഞാൻ ഇങ്ങനെയായിരിക്കും യൂഷ്വലി പറയുന്നത്. ഞാൻ റെഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. എനിവേസ് ഫൈൻ, വിൽ വർക്ക് അപ്പോൺ ദാറ്റ്. സോ ടുമോറോ ഇസ് എ സൺഡേ ആൻഡ് ഇന്ന് നമ്മൾ ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, IGMTS for the advanced plan students. So നിങ്ങൾക്ക് അത് ടെസ്റ്റ് please do attend it because this is going to help you a lot. നമ്മളിപ്പോൾ തന്നെ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വലിയൊരു ബൂസ്റ്റ് നമുക്ക് കിട്ടും. പിന്നീട് വരുന്ന സമയത്ത് ഓവർ എ പീരീഡ് ഓഫ് ടൈം കണ്ടിന്യൂസ്ലി നമ്മൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതുന്നു എന്നുള്ളൊരു മാറ്റർ അല്ല, അതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെന്റേഴ്സിനെ അസൈൻ ചെയ്തിരിക്കുന്നതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. എത്ര പൊട്ടത്തരമായിട്ടുള്ള ആൻസർ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലും ആ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ആൻഡ് വിൽ ലുക്ക് ഇൻടു ദാറ്റ്. ഓക്കെ, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഹാവ് എ ഗുഡ് സൺഡേ, റൈറ്റ് ദി ടെസ്റ്റ് ഡെഫിനറ്റ്ലി. സോ വി മീറ്റ് അഗൈൻ ഓൺ മൺഡേ. ഓക്കെ, ഗുഡ് ബൈ.